إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم تبارك الذي نزل الفرقان على عبده ليكون للعالمين نذيرا ഏറ്റവും ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അല്ലാഹുവിന്റെ നിയമ നിർദ്ദേശങ്ങളെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഈ ലോകത്ത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിനെ പരിപൂർണമായി തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനും ഈ ലോകത്തു നിന്ന് വിട പറയുന്ന നമ്മുടെ അവസാന നിമിഷം അള്ളാഹു നമ്മെ തൃപ്തിപ്പെട്ടുകൊണ്ട് വിട പറയുവാനുമുള്ള മഹാ തൗഫീഖിനായി സദാ പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മയും ചേർക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ ഇസ്ലാമിൽ പരിശുദ്ധ പ്രവാചകനെ ലോകത്തുള്ള വിശ്വാസികൾ അംഗീകരിക്കുന്നത് വളരെയധികം ആദരവോടും ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടിയാണ്. മുഹമ്മദ് റസൂലുള്ളയോട് സ്നേഹമില്ലാത്ത ഒരാൾക്ക് ഒരിക്കലും മുസ്ലിമായിക്കൊണ്ട് ജീവിക്കാൻ സാധ്യമല്ല. മുഹമ്മദ് റസൂലുള്ളയോട് സ്നേഹമുണ്ടാവുക എന്നത് ആ മുഹമ്മദ് റസൂലുള്ള അള്ളാഹുവിൽ നിന്ന് ലഭിച്ച മുഴുവൻ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നിട്ടാണ് വിട പറഞ്ഞു പോയത് എന്ന ഉത്തമ വിശ്വാസമാണ് റസൂലുള്ളയോടുള്ള സ്നേഹത്തിന്റെ ഏറ്റവും വലിയ ആദരവ്. റസൂലുള്ള ഒന്നും നമ്മളിൽ നിന്ന് മറച്ചു വെച്ചിട്ടില്ല.
മനുഷ്യരായി ഭൂമിലോകത്ത് ജീവിക്കുന്ന ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും അവരുടെ ജീവിത ലക്ഷ്യം സമ്പൂർണമായി വിജയകരമാക്കാൻ അവരുടെ മരണാനന്തരം അള്ളാഹുവിന്റെ പക്കൽ അവർ ഒരുമിച്ച് കൂടുമ്പോൾ സ്വർഗത്തിലേക്ക് എത്തുന്ന സർവ സൽക്കർമ്മങ്ങളും ആ മുഹമ്മദ് റസൂലുള്ള അള്ളാഹുവിൽ നിന്ന് ലഭിച്ച അറിവിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്നു, പറഞ്ഞു തന്നു എന്ന് വിശ്വസിക്കലാണ് മുഹമ്മദ് റസൂലുള്ളയോടുള്ള സ്നേഹത്തിന്റെ ഏറ്റവും പ്രാധാന്യമായ അതിന്റെ ശരിയായ രൂപം. റസൂലുള്ള എന്ന ഒരു വ്യക്തിയെയാണ് സ്നേഹിക്കുന്നതെങ്കിൽ ആ മനുഷ്യന് ആ ഒരു കാരണം കൊണ്ട് മാത്രം മുസ്ലിമായി ജീവിക്കുവാൻ സാധ്യമല്ല. അവൻ ഇസ്ലാം ആവുകയില്ല, മുഅ്മിനാവുകയില്ല, വിശ്വാസിയാവുകയില്ല. എന്നാൽ മുഹമ്മദുർ റസൂലുള്ളയോടുള്ള സ്നേഹം നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിനുള്ള അറിവുകൾ നമുക്ക് പകർന്നു തന്ന അള്ളാഹുവിന്റെ തിരുദൂതരാണ് എന്ന വിശ്വാസത്തോടുകൂടി വിശ്വസിക്കുമ്പോഴാണ് ആ വിശ്വാസം യഥാർത്ഥത്തിലുള്ള റസൂലുള്ളയോടുള്ള സ്നേഹവും അതുവഴി യഥാർത്ഥ വിശ്വാസിയായി ജീവിക്കുവാനുള്ള കാരണവും ആവുകയുള്ളൂ. എന്നാൽ ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ റസൂലുള്ളയോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം പ്രകടിപ്പിക്കുന്ന വലിയ ഒരു സമൂഹത്തെ നമുക്ക് കാണാൻ സാധിക്കും. അതിന് ഒരുപാട് ആഘോഷപരമായിട്ട് തന്നെ ചില ദിവസങ്ങളെ പ്രത്യേകമായിട്ട് അതിനു വേണ്ടി തന്നെ ഒരുക്കി കൂട്ടുന്നുണ്ട്. റസൂലുള്ളയോടുള്ള സ്നേഹമാണ് പ്രകടിപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ അടുത്ത കാലത്തായിട്ട് ഏകദേശം ഒരു 10 വർഷത്തെ പഴക്കം മസ്ജിദുകളൊക്കെയും അലങ്കരിക്കുവാൻ, അത് പ്രത്യേകമായിട്ടുള്ള വർണ്ണ വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ചു തുടങ്ങി നമ്മൾ കാണുന്നു. എന്താണ് ഇതിന്റെ കാരണമെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് റസൂലുള്ളയോടുള്ള സ്നേഹമാണ് ഈ കാണിക്കുന്നത് എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, മറ്റൊരുപാട് പരിപാടികൾ, കലാപരിപാടികൾ, കായിക പരിപാടികൾ, പാട്ടുകൾ, കവിതകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ഈ ഒരു മാസത്തെ റബീഉൽ അവ്വൽ എന്ന് പറയുന്ന ഈ ഒരു മാസത്തെ വളരെ വലിയ ഒരു ആഘോഷത്തിന്റെ മാസമാക്കി നമ്മളോടൊപ്പമുള്ള മുസ്ലിങ്ങളായ സഹോദരങ്ങൾ ആഘോഷിക്കുന്നുണ്ട്. അവർക്ക് യഥാർത്ഥത്തിൽ മുഹമ്മദ് റസൂലുള്ളയോടുള്ള സ്നേഹം അള്ളാഹു പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണോ എന്നതിനെ കുറിച്ച് ഒരു ആലോചന നടത്തേണ്ടതിന്റെ സമയം അതിക്രമിച്ചു പോയിട്ടുണ്ട്. ഇമാം മാലിക് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ വളരെ ശ്രദ്ധേയമായ ഒരു താക്കീത് എന്ന നിലത്തിൽ അദ്ദേഹം ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമുക്കറിയാം, ഇമാം മാലിക് റഹിമഹുള്ള വളരെ പ്രധാനപ്പെട്ട ഇമാമുമാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനാണ്. അനസ് ഇബ്നു മാലിക് റഹിമഹുള്ള അദ്ദേഹം പറയുന്ന ഒരു കാര്യം വളരെ ശ്രദ്ധയോടുകൂടി നമ്മളത് മനസ്സിലാക്കുകയും ഈ ഒരു മെസ്സേജ് നമ്മുടെ സഹോദരങ്ങളിലേക്ക് നമ്മൾ നിർബന്ധമായിട്ടും എത്തിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടുന്ന ഒന്നാണ്. ഒരു പക്ഷെ അവരിത് അറിയാഞ്ഞിട്ടാണെങ്കിലോ, ഇങ്ങനെ ചില താക്കീതുകൾ ഉണ്ട് എന്ന് അറിയാത്തതിന്റെ പേരിലാണ് അവർ ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതും അതിനുവേണ്ടി അവരുടെ സാമ്പത്തികവും അവരുടെ ശരീരവും അവരുടെ സമയവും ഒക്കെ ചെലവഴിക്കുന്നത്. അത് ഇങ്ങനെ ഒരു താക്കീത് അവരറിയാത്തതിന്റെ പേരിലായാൽ അതിന്റെ കുറ്റക്കാർ നമ്മൾ കൂടി ആവും എന്നതുകൊണ്ട് വളരെ നസീഹത്തോടുകൂടി, ഗുണകാംക്ഷയോടുകൂടി, സഹോദരങ്ങളെ, നിങ്ങൾ ഈ ഒരുക്കി കൂട്ടുന്ന ഈ ആചാരങ്ങൾ ഇത് നിങ്ങൾക്ക് വലിയ വിപത്തായിട്ടാണ് നിങ്ങൾക്ക് രേഖപ്പെടുത്തുക. ഇത് ഗുണകരമായി ഒരിക്കലും അല്ലാഹു രേഖപ്പെടുത്തുകയില്ല. നിങ്ങൾ ഇതിൽ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഇതുകൊണ്ട് പറയുന്നത്
ഒരു വിശ്വാസിക്ക് ഒരിക്കലും പറയാൻ പാടില്ലാത്ത അത്ര അപകടകരമായ ഒരു വർത്തമാനത്തെയാണ് നിങ്ങൾ ഇതുകൊണ്ട് പ്രചരിപ്പിക്കുന്നത് എന്ന് ഇമാം മാലിക് റഹ്മഹുള്ള നമ്മളോട് പറയണം. അദ്ദേഹം പറയാണ്, ഒരാൾ ഇസ്ലാമിൽ ഒരു ബിദ്അത്തിനെ ഉണ്ടാക്കി, അഥവാ മുഹമ്മദ് റസൂലുള്ള പഠിപ്പിക്കാത്ത, അവിടുത്തെ സ്വഹാബിമാർക്ക് പരിചയമില്ലാത്ത, അവിടുത്തെ താബിഉകൾക്കോ തബഉ താബിഉകൾക്കോ റസൂലുള്ളയിൽ നിന്ന് പരിചയമുണ്ടായിട്ട് അവർ ഒരിക്കലും പ്രചരിപ്പിച്ചിട്ടില്ലാത്ത, ആചരിച്ചിട്ടില്ലാത്ത ഒന്നിനെ പിന്നീട് വരുന്ന ഒരാൾ ഇസ്ലാമിൽ ഒരു ബിദ്അത്തിനെ അദ്ദേഹം ഉണ്ടാക്കി. എന്നിട്ടോ ആ ഉണ്ടാക്കിയതിനെ യറാഹാ ഹസനത്തൻ, അതിനെ പിന്നെ കാണുന്നത് ഒരു നല്ല കാര്യമായിട്ടാണ്. ഒരു കാര്യത്തെ ഉണ്ടാക്കി അത് പിന്നെ പ്രചരിപ്പിക്കുക പറയുന്നത് നല്ല ഒരു കാര്യമാണ്. എന്താ ഇപ്പൊ ഇതിൽ മോശമായിട്ടുള്ളത്? ഭക്ഷണം വെച്ചു കൊടുക്കുന്നത് തെറ്റാ? നല്ല കാര്യമല്ലേ? ആഘോഷമായിട്ട് റസൂലുള്ള ജനിച്ച ദിവസമാണ് എന്ന് പറഞ്ഞൊരു ആഘോഷം നടത്തുന്നത് തെറ്റാണോ? നല്ലതല്ലേ എന്ന് പറയുകയും എന്ന് കാണുകയും ചെയ്താൽ, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറയാണ്, ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ ഒരാളത് നല്ലതാണ് എന്ന് കണ്ട് അതിനെ അംഗീകരിച്ചു ആ പ്രവൃത്തിയിൽ അവൻ ഏർപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവന്റെ വാദം എന്താണെന്നറിയുമോ? ആ കൂട്ടര് വാദിക്കുന്ന വാദം എന്താണെന്നറിയുമോ? അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല, മുഹമ്മദ് റസൂലുള്ള നമുക്ക് അറിയിച്ചു തരേണ്ടിയിരുന്ന ഒരുപാട് നന്മകളെ റസൂലുള്ള നമ്മളിൽ നിന്ന് മറച്ചു വെച്ചു. റസൂലുള്ള തന്റെ റിസാലത്തിൽ വഞ്ചന കാണിച്ചു. ഖാന എന്ന് പറഞ്ഞാൽ വഞ്ചന എന്നാണ്. റസൂലുള്ളയുടെ റിസാലത്തിൽ റസൂലുള്ള നമുക്ക് അള്ളാഹുവിന്റെ പക്കൽ വലിയ പുണ്യം ലഭിക്കുന്ന ഒരു കാര്യം റസൂലുള്ള നമുക്ക് പറഞ്ഞു തന്നില്ല. റസൂലുള്ള ആ വിഷയത്തിൽ നമ്മളോട് വഞ്ചനയാണ് കാണിച്ചത്. അതുകൊണ്ട് ആ വഞ്ചനയെ നമ്മൾ തിരിച്ചറിഞ്ഞു, നമ്മൾ ആ പുണ്യത്തെ തിരിച്ചെടുക്കുന്നു. റസൂലുള്ള പറഞ്ഞില്ല, സ്വഹാബത്ത് അതിന് ചെയ്യാൻ പറ്റിയില്ല. അതെന്താ? റസൂലുള്ള വഞ്ചിച്ചത് കൊണ്ട് എന്ന് നിങ്ങൾ വാദിക്കുന്നുണ്ടോ? ആ വാദമാണ് നിങ്ങൾ ഈ പ്രചരിപ്പിക്കുന്നത്. ഈ റബീഉൽ അവ്വൽ മാസം വന്നു കഴിഞ്ഞാൽ അതിന്റെ ഇപ്പോൾ തുടങ്ങിയതാണ് ഒന്നാമത്തെ ദിവസം മുതൽ മൗലൂദ്. പണ്ടൊന്നുമില്ല, ഒരു 10 വർഷം മുമ്പില്ല. അത് ആ 12-ന്റെ അന്ന് മാത്രമാണ് ഒരു മൗലൂദ് ഓതിയും കൊണ്ട് ഒരു പാട്ടും ഒരാട്ടവും അതിന്റെ ഒരു സമാപനവും ഒക്കെ ഉണ്ടായിരുന്നത്. ഇപ്പൊ അതല്ല. ഇപ്പൊ 1 മുതൽ 30 വരെയാണ്. എത്രയാണോ ആ റബീഉൽ അവ്വൽ മാസം കിട്ടുന്നത് അത്രയും ദിവസമാണ് ഇപ്പോൾ. അങ്ങനെ തുടങ്ങി ഇത് ഓരോ വീട്ടിലും, ഇപ്പൊ മഹല്ലിൽ ഓരോ വീട്ടിലും അത് നടത്തണം എന്നതാണ് അവരുടെ നിർദ്ദേശങ്ങള്. അങ്ങനെ ഓരോ വീട്ടിലും അത് സംഘടിപ്പിക്കുമ്പോ ആ വീട്ടുകാരുടെ ഉദ്ദേശം എന്താ? ഇതൊരു നല്ല കാര്യമാണ്. ഈ നല്ല കാര്യം മുഹമ്മദ് റസൂലുള്ളാഹി നമുക്ക് പറഞ്ഞു തന്നില്ല, അത് റസൂലുള്ളാഹി നമ്മളോട് ചെയ്തൊരു വഞ്ചനയാണ്. ഇങ്ങനെ വിശ്വസിക്കാതെ, ഇങ്ങനെ മനസ്സിലാക്കാതെ നിങ്ങൾക്കൊരു മൗലൂദ് യോഗം നടത്താൻ പറ്റൂല എന്ന് പറഞ്ഞു തരുന്നത് ആരാന്നറിയോ? ഇമാം മാലിക് റഹ്മഹുല്ലാഹ്. ഇത് നമ്മൾ അറിഞ്ഞിട്ടാണോ? ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ടാണോ? റസൂലുള്ളാഹി നമ്മളോട് ചതിച്ചു എന്ന് വിശ്വസിക്കുന്നവരാണോ മുസ്ലിങ്ങൾ? റസൂലുള്ളാഹി തന്റെ ജീവിതത്തിൽ മുഴുവനും എന്റെ ഉമ്മത്തിനെ കുറിച്ച്, അല്ലാഹുവേ എന്റെ ഉമ്മത്തിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്നതായിരുന്നു റസൂലുള്ളാഹിയുടെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലുമുള്ള വേവലാതി. കാരണം അല്ലാഹുവിന്റെ ആ കത്തിയാളുന്ന നരകത്തില് എന്റെ ഉമ്മത്തൊരിക്കലും പ്രവേശിക്കരുതേ എന്ന ആദിയായ സന്തോഷം, ആദിയായ ആഗ്രഹമുണ്ടായിരുന്ന പ്രവാചകൻ, ആ പ്രവാചകൻ നമുക്കൊരു ഗുണകരമായ കാര്യം പറഞ്ഞു തരാതെ നമ്മളോട് വഞ്ചന കാണിച്ചു എന്ന് വാദിക്കാൻ ഏതെങ്കിലും ഒരു മുസ്ലിമിന് സാധിക്കുമോ? അപ്പൊ ഇതൊരു അത്ര ഒരു വലിയ തെറ്റാണോ? നമ്മൾ അങ്ങനൊക്കെ പറയേണ്ടതുണ്ടോ എന്ന് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്കും, ഇതൊരു പുണ്യമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്കും
ഒരുപോലെ മനസ്സിലാക്കണം. ഇതൊരു വലിയ അപകടകരമായ ചിന്തയെ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ പേരിൽ വെച്ചുകെട്ടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അത് പറഞ്ഞു. മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ്വ മഖഅദഹു മിനൻ നാർ. കൂട്ടരെ, നിങ്ങൾ ആരെങ്കിലും എന്റെ പേരിൽ ഒരു കളവിനെ ഉണ്ടാക്കിയാൽ, ഞാൻ പറയാത്ത ഒന്നിനെ ഇസ്ലാമിന്റെ പേരിൽ പുണ്യമുള്ളതാണെന്ന് പറഞ്ഞ് എന്റെ പേരിൽ നിങ്ങൾ ഒരു കളവ് പഠിച്ചുണ്ടാക്കിയാൽ നിങ്ങളുടെ സ്ഥാനം നരകത്തിലാണ്. അത് നിങ്ങൾ ഓർത്തുകൊള്ളണമെന്ന്. ഇപ്പൊ കഴിഞ്ഞ ദിവസം കേരളത്തിലെ മുസ്ലിം സമൂഹത്തിലെ പണ്ഡിതന്മാർക്കിടയിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും പ്രായം കൂടിയ ആളാണ് എന്നാണ് എന്റെ ഓർമ്മ. ഏകദേശം 93 വയസ്സ് പ്രായമായിട്ടുണ്ടാകും. ആ പണ്ഡിതനായ അദ്ദേഹം പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഒരു കളവ് പറഞ്ഞു. ആ പറഞ്ഞത് ആരുടെ പേരിലാ? മുഹമ്മദ് റസൂലുള്ളാഹിയുടെ പേരിൽ. നോക്കൂ, നിങ്ങൾ റസൂലുള്ള വെറുതെ പറഞ്ഞു പോയതാണോ നിങ്ങൾ എന്റെ പേരിൽ കളവ് പറയരുതെന്ന്? ഇങ്ങനെ ഒരു സമൂഹം ഉണ്ടാകും. അവരോടാണ് റസൂലുള്ളാഹിയുടെ ഓർമ്മപ്പെടുത്തൽ. ഈ ഓർമ്മപ്പെടുത്തൽ കേൾക്കുമ്പോൾ എന്ത് വേണം? കളവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് തൗബ ചെയ്ത് ഇനിമേൽ റസൂലുള്ളാഹിയുടെ പേരിൽ ഒരു കളവ് കെട്ടിപ്പറയാതിരിക്കാൻ ശ്രമിക്കണം. ഞാൻ ഈ പറഞ്ഞ ഹദീസ് തിരിയാത്ത, മനസ്സിലാക്കാത്ത, കണ്ടിട്ടില്ലാത്ത വ്യക്തിയൊന്നും അല്ലല്ലോ ആ മഹാപണ്ഡിതൻ. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ തിരുകേശമുണ്ട്. അതന്നെ ഒരു കളവാണ്. അത് തന്നെ നമ്പർ 1 കളവാണ്. എന്നിട്ട് ആ ഉള്ള തിരുകേശമോ അത് കഴിഞ്ഞ വർഷത്തെക്കാൾ 1/2 സെന്റിമീറ്റർ നീളം കൂടിയിട്ടുണ്ട്. ഇതിനേക്കാൾ വലിയൊരു കളവ് ഈ അടുത്ത കാലത്ത് വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവുമോ? എന്തിനാണ് കളവ് പറയുന്നത്? അതുകൊണ്ടാണോ ഇസ്ലാമിനെ പ്രചരിപ്പിക്കുന്നത്? ഇവിടെ വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം, ഈ കളവ് പറയുന്ന ആളുകളാണ് ഇസ്ലാമിന്റെ യഥാർത്ഥ മുഖത്തെ പലപ്പോഴും മറ്റുള്ള ആളുകൾക്കിടയിൽ ഇകഴ്ത്തിക്കൊണ്ട് പ്രചരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ സന്ദേശം എന്താണ്? അള്ളാഹു മാത്രമാണ് ആരാധ്യൻ എന്ന് പറയലാണ്. അതിനാണ് മുഴുവൻ പ്രവാചകന്മാരെയും അള്ളാഹു സുബ്ഹാനഹു തആല ഓരോ കാലഘട്ടത്തിലും ഓരോ സമൂഹത്തിലേക്കും അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്. മുഹമ്മദ് റസൂലുള്ളാഹിയെ തന്നെ പരിശുദ്ധ ഖുർആനിൽ ധാരാളം ആയത്തുകളിൽ കാണാം എന്താണ് മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ദൗത്യമെന്ന്. ഒരുപാട് ആയത്തുകളിൽ കാണാം. എന്നാൽ ആ ആയത്തുകൾ ഒന്നും ഈ പറയപ്പെടുന്ന ഉസ്താദുമാർ ഒരിക്കലും ആളുകളെ പഠിപ്പിക്കുകയോ ആളുകളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയോ ചെയ്യുന്നില്ല. ഈ ഒരു മാസമായി കഴിഞ്ഞാൽ, റബീഉൽ അവ്വൽ മാസമായി കഴിഞ്ഞാൽ, എല്ലാ ഉസ്താദുമാരും ഓതുന്ന ഒരു ആയത്തുണ്ട്. അത് ഏതാണ് ആയത്ത്? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. നബിയേ, അങ്ങേ നാം നിയോഗിച്ചിട്ടില്ല ലോകത്തിന് മുഴുവനും അനുഗ്രഹമായി കൊണ്ടല്ലാതെ. വളരെ പരമസത്യമായ പരിശുദ്ധ ഖുർആനിലെ 21-ാം അധ്യായത്തിലെ അതിന്റെ 107-ാമത്തെ വചനമാണത്. അപ്പോൾ അല്ലാഹ് പറഞ്ഞു, റസൂലുള്ളാഹിയെ അനുഗ്രഹമായിട്ടാണ്, മുഴുവൻ ലോകത്തേക്കും അനുഗ്രഹമായിട്ടാണ് അല്ലാഹു റസൂലുള്ളാഹിയെ നിയോഗിച്ചിട്ടുള്ളത്. എന്താണ് ആ റസൂലുള്ളാഹിയിൽ നിന്ന് കിട്ടേണ്ടുന്ന അനുഗ്രഹം? പായസാണോ? ചോക്ലേറ്റ് ആണോ? ബിരിയാണി വെച്ച് വിളമ്പലാണോ? അതല്ല റോട്ടുമക്കൂടെ കുറച്ച് കൊടി പിടിച്ച് ഇങ്ങനെ പാട്ടും പാടി നടക്കലാണോ? ഇതാണോ? ഇതിനു വേണ്ടിയാണോ? അങ്ങനെയായിരുന്നോ? മക്കയിലുണ്ടായിരുന്ന ആ സമൂഹം അള്ളാഹു അല്ലാത്ത മറ്റു പല ശക്തി വ്യക്തികളെയും അള്ളാഹുവിന് സമന്മാരായിക്കൊണ്ട് കണക്കാക്കി അള്ളാഹുവിന്റെ പക്കൽ പരിഗണന ലഭിക്കുന്നതിന് അവരോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ ജനതയോട് റസൂലുള്ളാഹി പറയാണ്, നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ഈ കാണുന്ന ആരാധ്യന്മാരോടല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. ഇത് മുഴുവനും നിങ്ങൾ സങ്കല്പിച്ചുണ്ടാക്കിയ വ്യാജമായ ഇലാഹുകളാണ്.
യാഥാർത്ഥ്യമില്ലാത്ത നിങ്ങൾ സങ്കല്പിച്ചുണ്ടാക്കിയതാണ്. ഇവരോട് പറഞ്ഞാൽ പടച്ച തമ്പുരാന്റെ പക്കൽ അതിനു പരിഹാരമുണ്ടാകുമെന്ന് നിങ്ങളുടെ സങ്കല്പത്തിൽ ഉണ്ടാക്കിക്കൊണ്ടുവന്നതാ. അതിന് യാഥാർത്ഥ്യവുമായിട്ടൊരു ബന്ധവുമില്ല. യാഥാർത്ഥ്യവുമായിട്ട് ബന്ധമുള്ളത് എന്താ? അള്ളാഹു മാത്രമാണ് ആരാധനകൾക്ക് അർഹൻ എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ഇനിമേൽ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുക. ആ ഒരു റഹ്മത്തിനെ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ അള്ളാഹു എന്നെ അയച്ചതാണ്. ആ ആയത്തുകൾ ഒരുപാട് തവണ പരിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. സൂറത്തു അംബിയയിലെ ഈ ആയത്തിന്റെ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന് 107ാമത്തെ വചനത്തിൽ പറയുമ്പോൾ അതിന്റെ തൊട്ടടുത്ത ആയത്തിൽ തന്നെ 108ൽ അല്ലാഹു പറയുന്നത് ഖുൽ ഇന്നമാ യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹുൻ വാഹിദ ഫഹൽ അൻതും മുസ്ലിമൂൻ. എന്തൊരു ചോദ്യാണ്! ശരിക്ക് ഹൃദയത്തിലേക്ക് തറക്കുന്ന ചോദ്യ. എനിക്ക് തോന്നുന്നു ഈ ആയത്ത് ഈ കാലഘട്ടത്തിൽ മുസ്ലിങ്ങളോടാണ് ഏറ്റവും ഗൗരവത്തോടു കൂടി ചോദിക്കേണ്ടുന്ന ആയത്ത്. വല്ലാത്ത ഒരു പ്രയോഗമാണ്. എന്നെ ലോകത്തിന് മുഴുവനും അനുഗ്രഹമായി കൊണ്ടാണ് അള്ളാഹു അയച്ചത് എന്ന് ആ ആയത്തിലൂടെ മുഹമ്മദ് റസൂലുള്ള ജനതയെ പഠിപ്പിക്കുമ്പോ അള്ളാഹു അങ്ങനെയാണ് പറഞ്ഞത്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. മുഴുവൻ ലോകങ്ങളിലേക്കും അനുഗ്രഹമായി, ലോകർക്കാകെ അനുഗ്രഹമായി കൊണ്ടല്ലാതെ നബിയെ അങ്ങയെ നാം അയച്ചിട്ടില്ല എന്ന് പറയുമ്പോ അടുത്ത ആയത്തിൽ പറയുന്നത് അതുകൊണ്ട് പറയുക, ഖുൽ അവരോട് പറയണം, ഇന്നമാ യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹുൻ വാഹിദ്. അവരോട് പറയണം, എനിക്ക് അള്ളാഹുവിൽ നിന്ന് വഹിയായി ലഭിച്ചത്, നിങ്ങളോട് പറയാൻ അള്ളാഹു എനിക്ക് വഹിയായി തന്നത് ദൈവം ഏകനായ അള്ളാഹു മാത്രമാണ് എന്നാണ്. ഇത് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളത് കേൾക്കുന്നു. എന്നിട്ടും ഫഹൽ അൻതും മുസ്ലിമൂൻ, എന്നിട്ടും നിങ്ങൾ എന്താ മുസ്ലിങ്ങളാവാത്തത്? ഇത് അള്ളാഹുവിൽ നിന്നുള്ള വഴിയാണ്. ആ അള്ളാഹു എന്നെ മുഴുവൻ ലോകർക്കും അനുഗ്രഹമായി അയച്ചത് ആ അള്ളാഹുവിനെ പരിചയപ്പെടുത്താനാണ്, അള്ളാഹുവിനെ കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ്. നിങ്ങൾ വിശ്വസിക്കുന്ന അള്ളാഹുവിലുള്ള വികലമായ വിശ്വാസങ്ങളെ ശരിപ്പെടുത്തി യഥാർത്ഥത്തിൽ ആ അള്ളാഹുവിനെ വിശ്വസിക്കേണ്ടത് അവനു മാത്രമാണ് ഇലാഹ്. എന്തെങ്ങൾ മുസ്ലിം ആവാത്തത് എന്നാണ് ആ ചോദ്യം ആയത്ത് അവസാനിക്കുന്നത്. മറ്റു സന്ദർഭങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ ഭൂമി ലോകത്തേക്ക് അയച്ചതിന്റെ കാര്യങ്ങൾ പറയുന്നിടത്തൊക്കെ പറയുന്നുണ്ട്, വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസി ബശീറൻ വനദീറാ വലാകിന്ന അക്സറൻ നാസി ലാ യഅലമൂൻ. എന്തൊരു അത്ഭുതമാണ് പടച്ചോനെ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിന്! എന്തൊരു അത്ഭുതമാണ് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിന്! ഈ സന്ദർഭത്തിൽ ഈ ആയത്ത് മുസ്ലിം ഉമ്മത്തിനോടാണ് ഓതി കൊടുക്കേണ്ടത് ആദ്യമായിട്ട്, എന്നിട്ടേ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടുള്ളൂ. എന്താ പറയുന്നത്? ഒമാ അർസൽനാക നബിയേ, അങ്ങേ നാം നിയോഗിച്ചിട്ടില്ല, അയച്ചിട്ടില്ല. എന്തിനല്ലാതെ? ഇല്ല കാഫത്തൽ ലിന്നാസ്, മുഴുവൻ മനുഷ്യർക്കുമായിട്ടല്ലാതെ, മുഴുവൻ മനുഷ്യരിലേക്കുമായിട്ട്. അതുകൊണ്ടാ പറയണത്, പല ആളുകളും പറയും മുഹമ്മദ് അത് മുസ്ലിങ്ങളുടെ പ്രവാചകനാണ്, ഈസയെ കുറിച്ച് പറയുമ്പോൾ പറയും അത് ക്രിസ്ത്യാനികളുടെ പ്രവാചകനാണ്, മൂസയെ കുറിച്ച് പറയുമ്പോൾ പറയും യഹൂദന്മാരിലേക്ക് വന്ന പ്രവാചകനാണ്. എന്നാൽ മുഹമ്മദ് റസൂലുള്ളാഹിയെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത് കാഫത്തൽ ലിന്നാസ്, മുഴുവൻ മനുഷ്യരിലേക്കും ആ മുഹമ്മദ് റസൂലുള്ളാഹി അള്ളാഹുവിന്റെ തിരുദൂതരായിട്ട് നിയോഗിച്ചതാ. എന്തിനാ? ബശീറൻ വനദീറാ, ബശീറൻ വനദീറാ, അവർക്കൊക്കെയും മുന്നറിയിപ്പ് നൽകുന്നവനായിട്ടല്ലാതെ അവർക്ക് ശുഭവാർത്ത സുവിശേഷം പറഞ്ഞു കൊടുക്കുവാനല്ലാതെ. അപ്പൊ എന്താ റസൂലുള്ളാഹിനെ അയച്ചതിന്റെ ഉദ്ദേശം? മനുഷ്യർക്ക്, മുഴുവൻ മനുഷ്യരിലേക്കും അള്ളാഹുവിന്റെ സുവിശേഷം അറിയിക്കുക, അഥവാ പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹുവിന്റെ ഏകത്വത്തെ അവർക്ക് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുക.
അവരുടെ ഹൃദയങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള വല്ല ശക്തി വ്യക്തികളോടും ആരാധനാ സ്വഭാവത്തിലുള്ള തേട്ടമോ പ്രതീക്ഷയോ ഉണ്ടെങ്കിൽ അത് പാടെ മാറ്റി അവിടെ അള്ളാഹുവിനോടും മാത്രമാക്കുക. അതാണ് റസൂലുള്ളാഹിയുടെ ഈ ലോകത്തേക്ക് അള്ളാഹു നിയോഗിച്ചതിന്റെ ഏറ്റവും കൃത്യമായിട്ടുള്ള പൊരുള്. അതാണ് ആയത്ത് അവസാനിക്കണമെന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങള് വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, എന്നാൽ ഈ കാര്യം അധികം ആളുകൾക്കും അറിയുന്നില്ല, മനസ്സിലാക്കുന്നില്ല. ഇന്ന് നമ്മുടെ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട അധികം ആളുകളുടെയും അവസ്ഥ ഇതാണ്. എന്തിനാ റസൂലുള്ളാഹി അയച്ചത്? പല ഉസ്താദുമാരും പറയാം നമുക്ക് പായസം കുടിക്കാനാണെന്നാ, പബ്ലിക്കായിട്ട് പറയാം, നമുക്ക് ഭക്ഷണം തിന്നാൻ. അധികം ആളുകൾക്കും എന്തിനാണ് റസൂലുള്ളാഹിയുടെ നിയോഗം എന്നറിയില്ല. 48-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 8-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ. ഇന്നാ അർസൽനാക, നബിയെ നിശ്ചയം നാം താങ്കളെ സാക്ഷിയും സുവാർത്ത അറിയിക്കുന്ന മുന്നറിയിപ്പുകാരനുമായിട്ടല്ലാതെ നിയോഗിച്ചിട്ടില്ല. എന്തൊക്കെയാണ്? ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ, ഷാഹിദായി സാക്ഷിയായിക്കൊണ്ട്, മുന്നറിയിപ്പുകാരനായിക്കൊണ്ട്, സുവാർത്ത അള്ളാഹുവിന്റെ പരിശുദ്ധ ആയത്തുകളെ അറിയിക്കുന്നവനായിക്കൊണ്ടല്ലാതെ നിയോഗിച്ചിട്ടില്ല. നോക്കൂ, ഇത്രയും പരിശുദ്ധ ഖുർആനിൽ റസൂലുള്ളാഹിയുടെ വരവിനെ കുറിച്ച് കൃത്യമായി പറഞ്ഞിട്ടും ആ റസൂലുള്ളാഹിയുടെ യഥാർത്ഥത്തിലുള്ള തൗഹീദ്, ആ ദഅവത്തിനെ മാറ്റിവെച്ചുകൊണ്ട് ഒരു ആഘോഷമാക്കി അതിനോട് മാറ്റുക. എവിടുന്നത് തുടങ്ങിയത്? നമുക്കറിയാം, നമ്മുടെയൊക്കെ സമസ്ത സഹോദരങ്ങളുടെ പള്ളികളിൽ, നമ്മുടെ നാട്ടിൽ ഏകദേശം പള്ളി ജുമാകളൊക്കെ തുടങ്ങുന്ന കാലങ്ങളുടെ ആ ഒരു ഏകദേശ സമയം തന്നെ അധികം അന്നത്തെ മുഴുവൻ അറബിയിൽ ഖുതുബ നടത്തുന്ന മുഴുവൻ പള്ളികളിലും ഇബ്നു നബാത്തി തങ്ങളുടെ ഒരു കിതാബാണ് ഖുതുബയായിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. മിസ്റിലുണ്ടായിരുന്ന ആ കാലഘട്ടത്തിലെ മുജ്തഹിദായിരുന്ന, പണ്ഡിതനായിരുന്ന, ആളുകൾക്ക് ഇസ്ലാമിന്റെ കൃത്യമായ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിരുന്ന നല്ല ഒരു മഹാനായ ഒരു പണ്ഡിതനാണ് നബാത്തി എന്ന് പറയുന്ന, ഇബ്നു നബാത്തി എന്ന് പറയുന്ന ആ മഹാ പണ്ഡിതൻ. അദ്ദേഹം ജനങ്ങൾക്ക് പഠിപ്പിച്ച, അദ്ദേഹം ജനങ്ങളോട് ഉപദേശിച്ച ഉപദേശങ്ങൾ ക്രോഡീകരിച്ച ഒരു കിതാബാണ് നബാത്തി എന്ന് പറയുന്ന സമസ്ത സഹോദരങ്ങളുടെ പള്ളികളിൽ മിമ്പറിൽ നിന്ന് ഖുതുബയായിട്ട് ഓതിക്കൊണ്ടിരിക്കുന്ന കിതാബിലെ പ്രധാനപ്പെട്ട ജുമാ ഖുതുബ നടത്തുന്ന കിതാബ് നബാത്തി എന്നാ പറയാ. ആ ഖുതുബയില്, ആ കിതാബില് നിങ്ങൾക്ക് അടുത്തുള്ള ഇബ്നു നബാത്തി തങ്ങളുടെ ആ കിതാബ് കൊണ്ട് ഖുതുബ നടത്തുന്ന പള്ളിയിലെ ഉസ്താദിന്റെ അടുത്ത് എന്നിട്ട് ഇന്ന് നിങ്ങൾക്ക് ചോദിക്കാം. ഇന്ന് ജുമാ കഴിഞ്ഞിട്ട് വളരെ സൗഹാർദ്ദപരമായിട്ട്, ഗുണകാശപരമായിട്ട് കാര്യങ്ങൾ പഠിക്കാനെന്ന ആ ഒരു അർത്ഥത്തിൽ സൗഹാർദ്ദപരമായിട്ട് ഉസ്താദിനോട് ചോദിക്കാം, ഉസ്താദേ, റബീഉൽ അവ്വൽ മാസമായ ഈ മാസത്തിലെ 1-ാമത്തെ വെള്ളിയാഴ്ചയാണല്ലോ ഇന്ന്. അതെ, ഇന്നത്തെ ഇബ്നു ബാത്തിയിലെ ഇന്നത്തെ ഖുതുബയുടെ ഹെഡിങ് എന്താണ് എന്ന് ചോദിക്കാം. അതിന്റെ ബാബിന്, ഓരോ ബാബിനും ഓരോ മാസത്തിലെ ഖുതുബക്കും ഓരോ തലക്കെട്ടുകൾ ഉണ്ടാവും. ഇന്നത്തെ ഖുതുബന്റെ അതിന്റെ തലക്കെട്ട് തന്നെ എന്താണെന്നറിയോ? വഫാത്തുൻ നബി എന്നാണ്. ഇന്ന് നമ്മുടെ സഹോദരങ്ങൾ പള്ളി മിമ്പറിൽ ഖുതുബയിൽ പറയുന്നത്, സഹോദരങ്ങളെ, നമ്മളാരും വലിയ ആളുകളല്ല, വലിയ ശ്രേഷ്ഠരായ ആള് മുഹമ്മദ് റസൂലുള്ളാഹി ആയിരുന്നു. ആ മുഹമ്മദ് റസൂലുള്ളാഹി പോലും വഫാത്തായ ദിവസം ഇതുപോലെയുള്ള ഒരു റബീഉൽ അവ്വൽ മാസത്തിലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖുതുബ ഇന്നത്തത്. മദീനത്ത് റസൂലുള്ളാഹി രോഗിയായി കിടപ്പിലായ സന്ദർഭമൊക്കെ വളരെ കൃത്യമായിട്ട് പറയാ ഖുതുബയിൽ.
റസൂലുള്ളയുടെ ആ കിടപ്പ് കണ്ടിട്ട് റസൂലുള്ളയുടെ ശരീരത്തിന്റെ വേദന കൊണ്ട് റസൂലുള്ള കാണിക്കുന്ന തന്റെ വലതുകാലും ഇടതുകാലും ഇടക്കൊന്നങ്ങോട്ട് ചുരുട്ടി വീണ്ടും നീട്ടി ആ കിടപ്പിൽ അസ്വസ്ഥത കാണിക്കുന്ന ആ കിടത്തത്തെ പോലും ആ ഖുത്ബയിലെ വരികളിലൂടെ പറയുന്നുണ്ട്. റസൂലുള്ളയുടെ പ്രയാസം കണ്ട സ്വഹാബിമാരൊക്കെയും കരഞ്ഞ ദിവസമാണ്. അതെ, ആയിഷ റളിയല്ലാഹു അൻഹാ അവിടത്തെ കണ്ണിൽ നിന്ന് ധാരയായിട്ട് കണ്ണുനീര് വന്ന ദിവസമാണ്. അവരുടെ പ്രിയപത്നി ഫാത്തിമ റളിയല്ലാഹു അൻഹാ വല്ലാതെ കരഞ്ഞ ദിവസമാണ്. ആ മദീനയിലുണ്ടായിരുന്ന സ്വഹാബിമാര് മാത്രമല്ല, റസൂലുള്ളയെ പരിചയമുണ്ടായിരുന്ന മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ പോലും കരഞ്ഞ ദിവസമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഖുത്ബന്റെ മേലെ ഭാഗത്ത് കാണാം, മിൻ ശഹരി റബീഉൽ അവ്വലി യദ്കുറു ഫീഹാ വഫാത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ റബീഉൽ അവ്വൽ മാസത്തിലെ അവ്വൽ ഒന്നാമത്തെ ഖുത്ബ അത് റസൂലുള്ളയുടെ വഫാത്തിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഖുത്ബയാണ് എന്ന് ഒന്നാലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇതാണ് ഖുത്ബയിൽ മിമ്പറിൽ ഇന്ന് പറയാ. പക്ഷെ അവിടെ ഇരുന്ന് കേൾക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യന് അദ്ദേഹം ഇന്ന് പറഞ്ഞ ഖുത്ബയിലെ റസൂലുള്ളാന്റെ വഫാത്തിന്റെ സമയവും ആ കാര്യങ്ങളും മനസ്സിലാവോ? മനസ്സിലാവൂല. മാത്രമല്ല, ജുമാ കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നല്ല മധുരമുള്ള പായസം അവിടെ ഉണ്ടാവും. എന്തേ? റസൂലുള്ള വഫാത്തായ ദിവസമാണ്. അതുകൊണ്ട് നിങ്ങൾ മരണത്തെ കൂടുതൽ ഓർക്കണം, നിങ്ങൾ കൂടുതൽ അമലുകൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് റസൂലുള്ള പഠിപ്പിക്കാത്ത ഒരു പായസ വിതരണം ആ പള്ളിയിൽ അവിടെ ഉണ്ടാവും. ഇതാണ് ഇന്നത്തെ അവസ്ഥ. മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥയാണ് ഈ പറയുന്നത്. ഒരു പരിഹാസ്യവുമില്ലട്ടോ. എനിക്കറിയാം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഈ ഹഖ് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ഒരിക്കലും അവർ റസൂലുള്ളാഹിക്ക് എതിര് നിൽക്കൂല. കാരണം അങ്ങനെയാണ് അവരുടെ ആഗ്രഹം. റസൂലുള്ള പറഞ്ഞതുപോലെ മുസ്ലിമായി ജീവിക്കണം എന്ന ആഗ്രഹം. പക്ഷെ അത് എങ്ങനെയാണെന്ന് അവരുടെ ഉസ്താദുമാർ പറഞ്ഞു കൊടുക്കുന്നില്ല എന്നതാണ് അപകടം. അതുകൊണ്ട് നമ്മുടെ സഹോദരന്മാരോട് വളരെ ഗുണകാംക്ഷയോട് കൂടിയിട്ട് സ്നേഹബുദ്ധിയ അവരോട് പറയാ, ഇന്നത്തെ ഖുതുബ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അവർക്ക് പറയാൻ കഴിയില്ല. ഇന്നത്തെ ഖുതുബയുടെ ടൈറ്റ്, അതിന്റെ ഹെഡിങ് തന്നെ വഫാത്തുൻ നബിയാണ്. റസൂലുള്ളാഹിയുടെ വഫാത്തിനെ കുറിച്ച് പറയുന്ന ഖുതുബയാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല ആ റസൂലുള്ളാഹിയുടെ ആഗമനത്തെ, റസൂലുള്ളാഹിയുടെ വരവിനെ ധാരാളം ആയത്തുകളിലൂടെ വളരെ കൃത്യമായിട്ട് എന്താണ് റസൂലുള്ളാഹിയുടെ ദൗത്യമെന്ന് പഠിപ്പിച്ചിട്ട് ആ ദൗത്യത്തെ പാടെ മാച്ചുകളഞ്ഞു. ശിർക്കിനെ കുറിച്ച് ഒരു വാക്കുപോലും പള്ളികളിൽ നിന്ന്, മിമ്പറുകളിൽ നിന്ന്, അവരുടെ വഅളുകളിൽ നിന്ന് ആളുകളെ ബോധ്യപ്പെടുത്തുന്നില്ല. സമസ്ത സഹോദരന്മാരുടെ ഉസ്താദുമാരുടെ ഏതെങ്കിലും ഒരു വഅളിൽ നിങ്ങൾ ശിർക്കിനെ ഭയപ്പെടണം എന്നൊരു വഅള് കേട്ടിട്ടുണ്ടോ? എന്താ ശിർക്ക് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? തൗഹീദ് എന്താന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഒരിക്കലുമില്ല. കാരണം എന്താ? അത് രണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ മറ്റുള്ള ഒരു കച്ചവടവും നടക്കില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ പറയുന്നത്, ആളുകളെ വഞ്ചിച്ച് ധനമുണ്ടാക്കി ഈ ദുനിയാവിൽ സുഖലോലുപനായിട്ട് കഴിയാമെന്നത് നമ്മുടെ കാഴ്ചയിൽ കാണുന്ന ഒരു കാര്യമാണ്. പക്ഷേ യഥാർത്ഥ വിശ്വാസിയായിക്കൊണ്ട്, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന മുഅ്മിനുകളായിക്കൊണ്ട്, മുവഹിദുകളായിക്കൊണ്ട് ആ ഒരു അവസ്ഥയിലുള്ള ജീവിതം ഒരിക്കലും വിജയകരമാവുകയില്ല എന്ന് നമ്മുടെ പ്രിയപ്പെട്ട അയൽവാസികളെ, കുടുംബക്കാരെ, സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തി കൊടുക്കേണ്ടുന്ന ഒരു ബാധ്യത നമുക്കുണ്ട് എന്നതുകൊണ്ട് പറയാണ്. മുഹമ്മദ് റസൂലുള്ളാഹി റബീഉൽ അവ്വൽ മാസത്തിനൊരു പുണ്യമാസം എന്ന് പറഞ്ഞു തന്നിട്ടില്ല. പല കമാനങ്ങളും കവാടങ്ങളും പുണ്യ റബീഉന് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് പള്ളികളിൽ പോലും വലിയ വലിയ ബോർഡുകൾ വെച്ചിട്ടുള്ളത്. പുണ്യ റബീഉന് സ്വാഗതം. ആര് പഠിപ്പിച്ചു തന്നു? ആരാണിത് പറഞ്ഞു തന്നത്? റസൂലുള്ള പഠിപ്പിക്കാത്ത ഒന്നിനെ ആരെങ്കിലും ദീനിലുണ്ടാക്കുകയും അത് നല്ലതാണ് എന്ന് പ്രചരിപ്പിക്കുകയും ചെയ്താൽ അവൻ മുഹമ്മദുർ റസൂലുള്ള റിസാലത്തിൽ വഞ്ചന കാണിച്ചവനാണെന്ന്
പറയുന്നവനെ പോലെയാണ് എന്ന് പറയുമ്പോൾ അതിന്റെ അപകടവും അതിന്റെ പര്യവസാനവും എന്തായിരിക്കുമെന്ന് ശരിക്കും നമ്മൾ ഓർത്തെടുക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല യഥാർത്ഥ വിശ്വാസികളായിക്കൊണ്ട് മുഹമ്മദ് റസൂലുള്ളയോടുള്ള സ്നേഹത്തെ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ സ്നേഹിക്കുന്ന, ആ പ്രവാചകനോട് ആദരവ് കാണിക്കുന്ന, ആ പ്രവാചകനെ ഇത്തിബാഅ് ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ചേർക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فاتقوا الله عباد الله. സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തില് പലതരത്തിലുള്ള പ്രചരണങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമികമല്ലാത്ത ആഘോഷങ്ങളെ മുസ്ലിം ഉമ്മത്ത് പോലും അതൊരു നിസാരമാണ് എന്ന ഭാവത്തിൽ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണുള്ളത്. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു അസ്തിത്വമുണ്ട്, ഐഡിയോളജി ഉണ്ട്. നമ്മൾ വിശ്വാസികളാണ്, മുസ്ലിങ്ങളാണ്. നമുക്ക് നമ്മുടേതായിട്ടുള്ള വിശ്വാസങ്ങളുണ്ട്. നമ്മുടെ മൗലികമായ അവകാശമാണ്. ആ മൗലികമായ അവകാശത്തെ നിലനിർത്തിക്കൊണ്ട് ജീവിക്കുക എന്നത് ഈ രാജ്യത്തെ ഓരോ പൗരനും അവന്റെ അവകാശമായിട്ടുള്ളതാണ്. നമുക്ക് ഈ ഇന്ത്യ രാജ്യത്ത് ജീവിക്കണമെങ്കിൽ ഇവിടുത്തെ മറ്റു മതസ്ഥരുടെ ആഘോഷങ്ങളെ കൂടി നമ്മളുടെ ആഘോഷമാക്കി മാറ്റിയാലേ പറ്റുള്ളൂ എന്ന ഒരു പ്രചരണം ആരെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ അത് അവരുടെ സ്വന്തം പ്രചരണമാണ്. വിശ്വാസികൾക്ക് അതിൽ യാതൊരു പങ്കുമില്ല, ഒരു പങ്കുമില്ല. മറ്റു മതസ്ഥർ അവരുടെ ആരാധനയുടെ ഭാഗമായി നടത്തുന്ന അവരുടെ ആഘോഷങ്ങൾ, അത് ഓണമാവട്ടെ, വിഷു ആവട്ടെ, ക്രിസ്തുമസ് ആവട്ടെ, ഏതുമാവട്ടെ, അത് അവരുടെ ആഭ്യന്തര കാര്യമാണ്. അവർ അവരുടെ ആഘോഷങ്ങളെ ഭംഗിയായി നിർവഹിക്കട്ടെ, അവർ അവരുടെ ആഘോഷങ്ങളിൽ ഭംഗിയായി വിശ്വസിക്കട്ടെ. പക്ഷെ ആ വിശ്വാസത്തിൽ മുസ്ലിങ്ങൾ കൂടി പങ്കുചേരണം എന്നതാണ് താല്പര്യമെങ്കിൽ ഒരിക്കലും ഒരു വിശ്വാസിക്ക് അതിനു സാധ്യമല്ല. അതാണ് രാജ്യത്തിന്റെ പൊതു നന്മയിൽ വിശ്വാസികൾ എപ്പോഴും അവരോടൊപ്പം ഉണ്ടാവും, നമ്മുടെ സഹോദരങ്ങളോടൊപ്പം. അവർക്ക് എന്തെങ്കിലും ഒരു രോഗമായി അവരുടെ ചികിത്സക്ക് പണം വേണോ, നമ്മളെ പള്ളിയിൽ നിന്ന് പേരെടുത്ത് പറഞ്ഞ് ആ സഹോദരന് വേണ്ടി പിരിവ് കൊടുക്കും. അതൊരു മുസ്ലിം അല്ല എന്നതുകൊണ്ട് നമ്മൾ മാറിക്കൂല. ഒരു വീടിന്റെ പണിയുണ്ടോ, നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്യണം. മരുന്നിനാണോ, ചെയ്തു കൊടുക്കണം. പക്ഷേ അവരുടെ സ്വന്തം ആഭ്യന്തരമായ അവരുടെ വിശ്വാസവും അവരുടെ സംസ്കാരവും അവരുടെ ആഘോഷവും അത് അവർക്ക് വിട്ടുകൊടുക്കണം. നമ്മളത് പിടിച്ചു വെക്കരുത്. ഞങ്ങളും കൂടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്ന് അവരെ ബുദ്ധിമുട്ടിക്കരുത്. കാരണം അത് അവരുടേതാണ്, അത് അവര് നിർവഹിക്കട്ടെ. അത് അവരുടെ ആഭ്യന്തരമാണ്, അവരുടെ സ്വന്തം കാര്യമാണ്. അതിൽ നമ്മളും കൂടി ആ ദിവസം അതേമാതിരത്തെ ഒരു സാരി എടുത്ത് അതേമാതിരത്തെ ഒരു മക്കനി ഇട്ട് നല്ല ഫുള്ള് മറച്ചിട്ട, എവിടെ ഒരു പ്രശ്നമൊന്നുമില്ല, വസ്ത്രമൊക്കെ നല്ല ഉഷാറാ. പക്ഷെ അന്നൊരു പ്രത്യേകമായിട്ടുള്ള ഒരു വസ്ത്രം. എന്തേ? നമ്മൾ അങ്ങനത്തെ ഒരു മുസ്ലിം ഒന്നും അല്ല. നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ പറ്റണ മുസ്ലിമാണ് എന്നുള്ളൊരു കാണിക്കല. അള്ളാന്റെ അടുത്താണ് കേട്ടോ നമ്മുടെ ആദർശവും നമ്മുടെ വിശ്വാസവും ഒക്കെ നമ്മൾ അള്ളാന്റെ അടുത്താണ് സമർപ്പിക്കേണ്ടത്. ഇവിടെയുള്ള ഒരുത്തന്റെ മുമ്പിലും അത് കാണിച്ചു കൊടുത്ത് നമ്മുടെ ഒരു വിധേയത്വം കാണിക്കേണ്ടുന്ന ഒരു സാഹചര്യവും ഇന്ത്യ രാജ്യത്ത് ഇന്നില്ല, ഒരിക്കലും അത് ഉണ്ടാവൂല്ല.
ആയതുകൊണ്ട് ആ തരത്തിലുള്ള ഭയപ്പാടുകളെ അവഗണിക്കുക. ഞങ്ങളൊരു വിശ്വാസികളാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള വിശ്വാസമുണ്ട് എന്ന് ആരുടെ മുമ്പിലും പറയാം, അത് പ്രചരിപ്പിക്കാം. അതിനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഈ രാജ്യത്ത് നമ്മുടെ പൂർവികരായ ആളുകൾ നമുക്ക് വേണ്ടി നേടിത്തന്നിട്ടുണ്ട്. അത് നമ്മളായിട്ട് നശിപ്പിക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു തആല യഥാർത്ഥത്തിലുള്ള വിശ്വാസികളായി ജീവിക്കുവാൻ അല്ലാഹു നമുക്ക് ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗികളായ സഹോദരങ്ങൾ, സഹോദരിമാർ, അവർക്ക് നൽകുന്ന ചികിത്സ അല്ലാഹുവേ അവരുടെ രോഗശമനത്തിനൊന്ന് എളുപ്പമാക്കി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മരണം എപ്പോഴാണ്, എവിടെ വെച്ചാണ് ഞങ്ങൾക്കറിയില്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സഹോദരൻ സുബഹി നമസ്കാരത്തിന് പള്ളിയിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ചെമ്മാട് മരിച്ചത്. ചെറിയ പ്രായമാണ്, വലിയൊരു പ്രായമൊന്നുമില്ല, 58 വയസ്സാണെന്നാണ് എൻ്റെ ഓർമ്മ. ആ സഹോദരന്റെ അടുത്തേക്ക് നമ്മുടെ 2-3 സുഹൃത്തുക്കൾ നമ്മുടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഫണ്ടിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പൊ അദ്ദേഹം വീട്ടിലുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ പരിചയമുള്ള ഒരാളെ വിളിച്ചു. അപ്പൊ പറഞ്ഞു, അദ്ദേഹത്തിന്റെ അടുത്തേക്ക് നാളെ നമുക്ക് പോകാം, ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞു. ആ പറഞ്ഞ ആള് നാളേക്ക് ഉണ്ടായില്ല. അന്ന് പുലർച്ചെ അന്നത്തെ ഫജ്ർ നമസ്കാരത്തോടു കൂടി ആ മനുഷ്യൻ ഈ ദുനിയാവിൽ നിന്ന് മരിച്ചുപോയി. ഇതാണ് അവസ്ഥ. ആലോചിച്ച് നോക്കൂ നിങ്ങള്, നമ്മുടെ ഒക്കെ അവസ്ഥ. പള്ളിയിൽ ഫജ്ർ നമസ്കാരം നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോഴാ അദ്ദേഹത്തെ അള്ളാഹു തിരിച്ചു വിളിക്കുന്നത്. ഇങ്ങനെ എപ്പോഴാണ് നമ്മുടെ മരണം സംഭവിക്കുന്നതെങ്കിലും ഇസ്സത്തുള്ള ഈമാനുള്ള അവസ്ഥയിൽ അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ പോരായ്മകളെ നീ പരിഹരിക്കണേ അള്ളാഹ്. പാപികളായി ഈ ലോകത്ത് നിന്ന് വിട പറയാൻ ഞങ്ങൾക്ക് നീ അവസരം നൽകല്ലേ അള്ളാഹ്. അള്ളാഹുവെ, പരിപൂർണമായി നിന്നെ തൃപ്തിപ്പെട്ട നിന്റെ നബിമാരോടൊപ്പം, സുദ്ദീഖീങ്ങളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സ്വാലിഹീങ്ങളോടൊപ്പം ആ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ചേർക്കണേ അള്ളാഹ്. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.